മാസങ്ങളായി മുടങ്ങിയ പെൻഷൻ ഉടൻ നൽകിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തു നൽകിയതിനു പിന്നാലെ ഭിന്നശേഷിക്കാരൻ ജീവനൊടുക്കി. ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് സ്വദേശി വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചനാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ജോസഫിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 5 മാസമായി വികലാംഗ പെൻഷൻ ലഭിച്ചില്ലായിരുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 15 ദിവസത്തിനകം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ജീവനൊടുക്കുമെന്ന് കാണിച്ച് ഇദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം കത്തു നൽകിയിരുന്നുവെന്നാണ് വിവരം. വടികുത്തിപ്പിടിച്ച സർക്കാർ ഓഫീസ് കയറിയിറങ്ങി മടുത്തുവെന്നും ജീവിക്കാൻ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കത്തിൽ പറഞ്ഞിരുന്നു. പെരുവണ്ണാമൂഴി പോലീസിനും കത്ത് കൈമാറിയിരുന്നു. കോഴിക്കോട് കളക്ടർക്ക് കത്ത് നൽകാനിരിക്കുകയായിരുന്നു. കിടപ്പുരോഗിയായ 47-കാരിയായ മകൾക്കും ജോസഫിനും പെൻഷൻ തുക മാത്രമായിരുന്നു ആകെയുള്ള ആശ്രയമെന്നാണ് അറിയുന്നത്. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എന്നാൽ ആത്മഹത്യയുടെ കാരണം പെൻഷൻ കിട്ടാത്തതിനാലാണെന്ന് പറയാനാവില്ലെന്ന നിലപാടിലാണ് പഞ്ചായത്ത്. സംഭവം ദൗർഭാഗ്യകരമാണ്. എന്നാൽ ജോസഫിന്റെ മരണം പെൻഷൻ കിട്ടാത്തതിനാലല്ലെന്നും ജോസഫ് നേരത്തെയും ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്ന ആളാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ പ്രതികരിച്ചു. പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. 15 വർഷമായി തുടർച്ചയായി പല ആവശ്യങ്ങളും ഉന്നയിച്ച് ഇദ്ദേഹം കളക്ടർക്കുൾപ്പെടെ കത്ത് നൽകാറുണ്ട്. PB സലീം കളക്ടറായിരുന്ന കാലത്ത് ഭൂമിക്ക് പട്ടയം കിട്ടാത്തതിനാൽ കളക്ടറേറ്റിന് മുൻപിൽ മണ്ണെണ്ണയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ആളാണ് ജോസഫ് എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അതിദരിദ്രരുടെ പട്ടികയിൽപ്പെട്ട ജോസഫിന് ഭക്ഷ്യസാധനങ്ങൾ സൗജന്യമായി ലഭിക്കും. മറ്റ് സേവനങ്ങൾക്കും പണം നൽകേണ്ട. ദൈനംദിന ജീവിതം നയിക്കാനുള്ള ശേഷിയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 99 തൊഴിൽ ദിനമുള്ള ആളാണ് അദ്ദേഹം. 77 തൊഴിൽ ദിനങ്ങളുടെ കൂലി ജോസഫിന് ലഭിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. അദ്ദേഹത്തിന്റെ ഒപ്പം താമസിച്ചിരുന്ന ഭിന്നശേഷിക്കാരിയായ മകളെ വീട്ടിൽ നിന്നും ആശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നതായും സുനിൽ പറഞ്ഞു.